ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററായ പാരലോഗ്രാംസ് അഥവാ സാമാന്തരികങ്ങളിലെ ലാസ്റ്റ് ഭാഗമാണ്. അതായത് പേജ് നമ്പർ 190-ലെ 3-ാമത്തെ 4-ാമത്തെയും ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. 3-ാമത്തെ ചോദ്യത്തിൽ ഫിഗർ തന്നിട്ടുണ്ട്. അതായത് ഈ പുറത്ത് കിടക്കുന്ന ബ്ലൂ കളറിൽ കിടക്കുന്ന റോംബസിന്റെ ഡയഗണൽസ് ആണ് ബ്ലാക്ക് കളറിൽ ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതിന്റെ മിഡ് പോയിന്റ്സ്, ഓരോ പാർട്ടിന്റെയും മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. അതായത് റെഡ് കളറിൽ ഞാൻ വരച്ചിട്ടുണ്ട്. അത് ഒരു റോംബസ് ആണെന്നാണ് ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിനകത്ത് 2 പാർട്ടുണ്ട്. അതായത് ഒരു സമഭുജ സാമാന്തരികം, ബ്ലൂ കളറിലൊരു സമഭുജ സാമാന്തരികത്തിന്റെ വികരണങ്ങൾ ഈ കറുത്ത കളറിൽ വരച്ചിട്ടുണ്ട്. അതിന്റെ ഓരോ ഭാഗത്തേക്കും ഉള്ള മിഡ് പോയിന്റ്സ്, മധ്യബിന്ദുക്കൾ ജോയിൻ ചെയ്താണ് ഈ അകത്ത് ചതുർഭുജം വരച്ചിരിക്കുന്നത്. ആ ചതുർഭുജം ഒരു സമഭുജ സാമാന്തരികം ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ പാർട്ട് അതാണ്. ഇതിനകത്ത് 2 ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമുക്കിവിടെ പേര് കൊടുത്ത് ചെയ്യാം. അപ്പൊ പുറത്തെ റോംബസിന് ഞാൻ ABCD എന്ന് പേര് കൊടുക്കുകയാണ്. അകത്തതിന് PQRS എന്നും പേര് കൊടുക്കുക. ABCD ഒരു റോംബസ് ആണ് അല്ലെ? ABCD ഒരു സമഭുജ സാമാന്തരികമാണ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണെന്ന് എഴുതാം. അല്ലെങ്കിൽ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് 90 ഡിഗ്രി അല്ലെ? അതായത് വികരണങ്ങൾ ലംബ സമഭാജികളാണ്. അപ്പൊ നമുക്ക് ഈ മീറ്റിംഗ് പോയിന്റിന് ഓന്ന് എടുത്തു കഴിഞ്ഞാൽ ഓരോ കോണിന്റെ അളവും 90 ഡിഗ്രിയുമാണ്. OBയും ODയും തുല്യമാണ്. അതേപോലെ OAയും OCയും തുല്യമാണ് നമുക്ക് കിട്ടും അല്ലെ? അപ്പം OA ഈക്വൽ ടു OC ആണെന്ന് കിട്ടി. പിന്നെന്താ? OB ഈക്വൽ ടു OD ആണെന്നും കിട്ടി. പിന്നെ ആംഗിള് 90 ഡിഗ്രി, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? AC പെർപെൻഡിക്കുലർ ടു BD. AC BDക്ക് ലംബമാണ്. ഈ 3 കാര്യങ്ങളും ഇതിൽ നിന്ന് എഴുതാം അല്ലെ? ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ മധ്യബിന്ദുക്കൾ കൂട്ടി യോജിപ്പിച്ചതാണ്. അതായത് OAയുടെ മധ്യബിന്ദുവാണ് P, OBയുടെ മധ്യബിന്ദുവാണ് Q, ORന്റെ OCയുടെ മധ്യബിന്ദുവാണ് R, ODയുടെ മധ്യബിന്ദുവാണ് S. അങ്ങനെ കിട്ടി ഈ PQRS ഒരു റോംബസ് ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജം റോംബസ് ആണോ എന്ന് തെളിയിക്കാനായിട്ട് നമുക്ക് 2 സംഗതികൾ നോക്കാം. ഒന്നാമത്തത് ഡയഗണൽസ് ബൈസെക്ട് അറ്റ് 90 ഡിഗ്രി ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ വശങ്ങള് തുല്യമാണോ നോക്കിയാലും മതി. ഒന്നെങ്കിൽ വികരണങ്ങൾ ലംബ സമഭാജികളാണെന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ വശങ്ങൾ തുല്യമാണോ എന്ന് നോക്കിയാൽ മതി. നമുക്ക് ആദ്യം വികരണങ്ങള് ലംബ സമഭാജികളാണോ എന്ന് നോക്കാം. അപ്പൊ നമുക്ക് അറിയാവുന്ന എന്താ? OAയും OCയും തുല്യമാണ് അല്ലെ? അപ്പൊ അതിന്റെ പകുതി എടുത്താലും തുല്യമല്ലേ? അതായത് ഹാഫ് ഓഫ് OAയും ഹാഫ് ഓഫ് OCയും തുല്യം തന്നെയല്ലേ? ഈ ഹാഫ് ഓഫ് OA എന്താണ്? O മുതൽ P വരെയുള്ള നീളമല്ലേ? അപ്പൊ OP ഈക്വൽ ടു ഹാഫ് ഓഫ് OC എന്താണ്? O മുതൽ R വരെയുള്ള നീളം OR ആണ്. അപ്പൊ OPയും ORും തുല്യമാണ്. ഇനി ഇവിടെ നിന്ന് OB ഈക്വൽ ടു OD ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഹാഫ് ഓഫ് OBയും ഹാഫ് ഓഫ് ODയും തുല്യമല്ലേ? ഇനി ഹാഫ് ഓഫ് OBയുടെ പകുതി എന്ന് വെച്ചാൽ OQ അല്ലേ? OQ ഈക്വൽ ടു ഹാഫ് ഓഫ് ODയുടെ പകുതി എന്ന് പറയുന്നത് OS അല്ലേ? അപ്പൊ ഇത് രണ്ടും തുല്യമായില്ലേ? ഈ 2 പോയിന്റിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? O ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എന്തിന്റെയൊക്കെ? PR ആൻഡ് QS. അല്ലെങ്കിൽ എന്തെഴുതാം? ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്നെഴുതാം. വികരണങ്ങൾ സമഭാജികളാണെന്ന് എഴുതാം. പക്ഷെ നമുക്ക് വികരണങ്ങൾ ലംബ സമഭാജികളാണെന്ന് വേണം. ഡയഗണൽസ് ബൈസെക്ട് അറ്റ് 90 ഡിഗ്രി എന്ന് വേണം. ഇവിടെ ഓൾറെഡി നമുക്കറിയാം ഇത് 90 ഡിഗ്രിയിലാണ് കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ PRും QSും പെർപെൻഡിക്കുലർ ആണെന്ന് എഴുതാമല്ലോ. PRും
ക്യു എസും പെർപെൻഡിക്കുലർ ആണെന്ന് എഴുതാം. അപ്പൊ ഈ 3 പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? പി ആർ ആൻഡ് ക്യു എസ് ബൈസെക്ട് അറ്റ് 90 ഡിഗ്രി. പി ആറും ക്യു എസും ലംബ സമഭാജികളാണ് എന്നെഴുതാം. ഇപ്പൊ ലംബ സമഭാജികളായപ്പോ എന്തെഴുതാം? പി ക്യു ആർ എസ് ഈസ് എ റോംബസ്. പി ക്യു ആർ എസ് ഒരു സമഭുജ സാമാന്തരികമാണെന്ന് എഴുതാം. ഒന്നുകിൽ ഇങ്ങനെ പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വശങ്ങൾ വെച്ച് പ്രൂവ് ചെയ്യുകയാണെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് ഇത് നോക്കിക്കേ, ഇത് ലംബമാണ്. നമുക്ക് ഇവിടം വരെ രണ്ടിനും കോമൺ ആണ് അല്ലെ. അതായത് ഡയഗണൽസ് ബൈസെക്ട് അറ്റ് 90 ഡിഗ്രി ആണെന്നറിയാം. അപ്പോൾ ഓരോ ത്രികോണങ്ങളും മട്ടത്രികോണങ്ങളല്ലേ, ഓരോ ട്രയാങ്കിൾ, ഇവിടെ 4 ട്രയാങ്കിൾസ് ഉണ്ട്, 4ഉം റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഒരെണ്ണം എടുക്കാം. അപ്പൊ ഇതെടുത്താൽ, അതായത് പി ഒ ക്യു എന്നുള്ള ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണല്ലോ അല്ലെ. പൈതഗോറസ് തിയറം, പൈതഗോറസ് തത്വം വെച്ചിട്ട് കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പൊ കർണമാണല്ലോ ഈ ചുമന്ന വശം അല്ലെ. അപ്പൊ പി ക്യു സ്ക്വയർ ഈക്വൽ ടു ഒ പി സ്ക്വയർ പ്ലസ് ഒ ക്യു സ്ക്വയർ എന്ന് എഴുതാവല്ലോ. ഇനി താഴത്തെ എടുത്താലോ, ഈ താഴത്തെ ത്രികോണം എടുത്താൽ കർണമായിട്ട് വരുന്ന ആർ ക്യു ആണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ആർ ക്യു സ്ക്വയർ ഈക്വൽ ടു ഒ ആർ സ്ക്വയർ പ്ലസ് ഒ ക്യു സ്ക്വയർ എന്ന് എടുക്കാവല്ലോ അല്ലെ. ഇനി ഒ പിയും ഒ ആറും തുല്യമാണ്. ഇതാ ഇവിടെ ഒ പിയും ഒ ആറും തുല്യമാണ്. ഒ ആറിന് പകരം ഒ പി എന്ന് എഴുതാവല്ലോ. കാരണം ഒ പി ഈക്വൽ ടു ഒ ആർ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒ പി സ്ക്വയർ പ്ലസ് ഒ ക്യു സ്ക്വയർ എന്ന് എഴുതാവല്ലോ. അപ്പോൾ ഒ പി സ്ക്വയർ പ്ലസ് ഒ ക്യു സ്ക്വയർ തന്നെയാണ് റൈറ്റ് സൈഡിൽ രണ്ടിടത്തും വന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡുകൾ തുല്യമാണെന്ന് എഴുതാം. അതായത് പി ക്യു സ്ക്വയർ ഈക്വൽ ടു ആർ ക്യു സ്ക്വയർ എന്ന് എഴുതാവല്ലോ. അല്ലെങ്കിൽ പി ക്യു ഈക്വൽ ടു ആർ ക്യു എന്ന് എഴുതാമല്ലോ. പി ക്യു ഈ വശമാണ്, ഈ വശം. ആർ ക്യു എന്ന് പറയുന്ന ഈ വശം. ഈ രണ്ട് വശങ്ങൾ തുല്യമാണെന്ന് കിട്ടി. ഇനി ഇതേപോലെ തന്നെ ആർ ക്യുവും എസ് ആറും തുല്യമാണെന്ന് കിട്ടുമല്ലോ. അതേപോലെ എസ് ആറും പി എസും തുല്യമാണെന്ന് കിട്ടും. അല്ലെ പി ക്യുവും പി എസും തുല്യമാണെന്ന് കിട്ടും. എങ്ങനെയാണെങ്കിലും സിമിലർലി ഇട്ട് എഴുതിയാൽ മതി. ഒരെണ്ണം നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മതി. സിമിലർലി ഓൾ സൈഡ്സ് വിൽ ബി ഈക്വൽ. അപ്പൊ എല്ലാ വശങ്ങളും തുല്യമാകുമ്പോൾ എന്താവും? പി ക്യു ആർ എസ് ഒരു സമഭുജ സാമാന്തരികം ആകും, അല്ലെങ്കിൽ ഒരു റോംബസ് ആകും. അപ്പൊ ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞല്ലോ. ഇനി രണ്ടാമത്തെ പാർട്ട് പ്രൂവ് ചെയ്യാം. രണ്ടാമത്തെ പാർട്ടിൽ തന്നിരിക്കുന്നത് ഏരിയ ഓഫ് ദി സ്മോളർ റോംബസ് 3 സ്ക്വയർ സെന്റിമീറ്റർ എന്നാണ്. ചെറിയ സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് 3 സ്ക്വയർ സെന്റിമീറ്റർ ആണെങ്കിൽ വലുതിന്റെ പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചെറുതിന്റെ ഡയഗണൽസ് D1 D2 ആയിട്ട് എടുത്തു. D1ഉം D2 ആയിട്ട് എടുക്കുകയാണ്. വലുതിന്റെ ഡയഗണൽസിന് D1ഉം ക്യാപിറ്റൽ D1ഉം ക്യാപിറ്റൽ D2 ആയിട്ട് എടുക്കുകയാണ്. നമുക്കിവിടെ ചെറുതിന്റെ പരപ്പളവ്, ചെറുതിന്റെ ഏരിയയാണ് 3 സ്ക്വയർ സെന്റിമീറ്റർ തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു റോംബസിന്റെ ഏരിയ കാണുന്ന എങ്ങനെയാണ്? ഡയഗണൽസ് വെച്ചിട്ട് ഹാഫ് D1 D2 ഡയഗണൽസിന്റെ പ്രോഡക്റ്റ് കണ്ടിട്ട് അതിന്റെ പകുതി കാണുമ്പോഴാണ് ഏരിയ കിട്ടുന്നത്. വികരണങ്ങളുടെ നീളങ്ങളുടെ ഗുണനഫലത്തിന്റെ പകുതി കാണുമ്പോഴാണ് ഏരിയ കിട്ടുന്നത്. ഇവിടെ ചെറുതിൻ്റെതായതുകൊണ്ട് സ്മോൾ ലെറ്റേഴ്സ് D1ഉം D2 ആണ്. ഇവിടെ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ D1 D2 എത്ര വരും? D1 × D2 എന്ന് പറയുന്നത് ഈ ഹരിച്ചിരിക്കുന്ന രണ്ടിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഗുണനവും 3 × 2 എന്ന് പറയുന്നത് 6 ആവും. ആണല്ലോ. നമുക്ക് അറിയാവുന്ന എന്താണ്? ക്യാപിറ്റൽ D1 എന്ന് പറയുന്നത്, അതായത് വലുതിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് ചെറുതിന്റെ ഇരട്ടിയല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വലുതിന്റെ പരപ്പളവാണ്. ഏരിയ ഓഫ് ബിഗർ റോംബസ് ആണ് നമുക്ക് കാണേണ്ടത്. അതിന്റെ സമവാക്യം ഹാഫ് ക്യാപിറ്റൽ D1 × ക്യാപിറ്റൽ D2.
ഈ വലുതിൻ്റെ D1 എന്ന് പറയുന്നത് ചെറുതിൻ്റെ ഇരട്ടിയാണ്, 2 times സ്മോൾ D1 ആണ്. അതുപോലെ D2 എന്ന് പറയുന്നത് 2 times സ്മോൾ D2 ആണ്. കാരണം ഇത് മധ്യബിന്ദുക്കളാണ്. ഈ പിയും ക്യൂവും ആറും എസും മധ്യബിന്ദുക്കളാണ്. ആരുടെ? OAയുടെയും OBയുടെയും OCയുടെയും ODയുടെയും മധ്യബിന്ദുക്കളാണ്. അപ്പോൾ നമുക്ക് ഇരട്ടിയായിട്ട് കിട്ടും. അപ്പോൾ ഹാഫ് ഇൻറ്റു D1 എന്ന് പറഞ്ഞാൽ 2 times സ്മോൾ D1 ഇൻറ്റു D2 എന്ന് പറയുന്നത് 2 times സ്മോൾ D2 ആണ് അല്ലേ. ഈ 2 2 ക്യാൻസൽ ആയാലോ, ഈക്വൽ ടു ബാക്കി ഒരൊറ്റ 2 ഉള്ളൂ, 2 times D1 D2 ആണല്ലോ. ഇനി ഈ D1 D2 എത്രയാണ് നമുക്കിപ്പോൾ കിട്ടി? സ്മോൾ ലെറ്റേഴ്സ് D1 D2 6ആണ്. അപ്പോൾ 2 ഇൻറ്റു 6 എന്ന് എഴുതാം. 2 6 are 12 സ്ക്വയർ സെൻറ്റിമീറ്റർ അഥവാ ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് വലിയ സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ്. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം ചെയ്യാം. നാലാമത്തെ ചോദ്യം ഇതാണ്. ഒരു സമഭുജ സാമാന്തരികത്തിന്റെ വശങ്ങളുടെ നീളം 10 സെന്റിമീറ്ററും ഒരു വികരണത്തിന്റെ നീളം 16 സെന്റിമീറ്ററുമാണ്. അതിനകത്ത് 3 ഭാഗങ്ങളുണ്ട്. ചോദ്യത്തിൽ ഫിഗർ ഇല്ല, നമ്മൾ ഫിഗർ വരയ്ക്കണം. ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ വികരണത്തിന്റെ നീളം എത്രയാണ്. അതിൽ രണ്ടാമത്തെ ചോദ്യം സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് എത്രയാണ്. മൂന്നാമത്തെ ചോദ്യം എതിർവശങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ്. അപ്പൊ ഇവിടെ ഒരു റോംബസ് ആണ്. റോംബസിന്റെ ഓരോ സൈഡ്സും 10 സെന്റിമീറ്റേഴ്സും ഒരു ഡയഗണൽ 16 സെന്റിമീറ്റേഴ്സും ആണ്. ഫിഗർ തന്നിട്ടില്ല, അപ്പൊ നമ്മൾ ഫിഗർ വരയ്ക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ഡയഗണലിന്റെ ലെങ്ത് എത്രയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതിന്റെ ഏരിയ എത്രയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്. അപ്പോൾ നമ്മളിവിടെ ഫിഗർ വരയ്ക്കണം. ഞാൻ ഇവിടെ ഫിഗർ വരച്ചിട്ടുണ്ട്. 10 സെന്റിമീറ്റർ എല്ലാ സൈഡ്സും 10 സെന്റിമീറ്ററും ഒരു ഡയഗണലിൽ 16 ആകുമ്പോൾ ഓരോ പാർട്ടും, അതായത് മിഡ് പോയിന്റിൽ കൂടെ ആണല്ലോ പോകുന്നത്, മധ്യബിന്ദുവിൽ കൂടെ പോകുമ്പോൾ ഓരോ പാർട്ടും 8 സെന്റിമീറ്റർ വീതം വരും. ഇപ്പൊ ഇവിടെ ഒന്നാമത് ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഡയഗണലിന്റെ ലെങ്ത് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്, ലംബ സമഭാജികളാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ത്രികോണം എന്ന് പറയുന്നത് മട്ടത്രികോണാണ്, റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസ് അഥവാ കർണമാണ് 10 സെന്റിമീറ്റർ, ബേസ് ആയിട്ട് 8 സെന്റിമീറ്ററിന് എടുക്കാം. നമുക്ക് ഈ ഹൈറ്റ് കിട്ടുമല്ലോ. അപ്പോൾ അതിന്റെ ഇരട്ടി എടുത്താൽ നമുക്ക് ഈ ഒരു ഡയഗണലിന്റെ ലെങ്ത് കിട്ടും അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ പേര് കൊടുക്കുകയാണ്, ABCD. ഈ പോയിന്റിന് O എന്ന് എടുക്കുക. അപ്പൊ ഏത് ട്രയാങ്കിളാണ് ഞാൻ എടുത്തത്? ട്രയാങ്കിൾ AOB. ഈ ട്രയാങ്കിളാണ് ഞാൻ എടുത്തത്. ഇതിനകത്ത് കർണം സ്ക്വയർ, ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ന്യൂസ് അഥവാ കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. കർണം 10 ആണ്. 10 സ്ക്വയർ ഈക്വൽ ടു 8 സ്ക്വയർ പ്ലസ് ലംബം അറിയത്തില്ല. 10ന്റെ സ്ക്വയർ 100 ആണ്, 8ന്റെ സ്ക്വയർ 64 ആണ്, പ്ലസ് A സ്ക്വയർ. ഇപ്പൊ A സ്ക്വയർ എത്ര വന്നു? 100ൽ നിന്ന് 64 കുറച്ചാൽ മതി അല്ലെ. ഇപ്പൊ 36 കിട്ടുമല്ലോ. അപ്പൊ A എത്ര വരും? √36, അതായത് 6 സെന്റിമീറ്ററിന് കിട്ടി അല്ലെ. അപ്പൊ ഇങ്ങോട്ട് 6 സെന്റിമീറ്റർ, അത് തന്നെയാണല്ലോ താഴോട്ടും 6 സെന്റിമീറ്റർ. അപ്പൊ ലെങ്ത് ഓഫ് ദി സെക്കൻഡ് ഡയഗണൽ, രണ്ടാമത്തെ വികരണത്തിന്റെ നീളം ഈക്വൽ ടു 6 6 12 സെന്റിമീറ്ററിന് കിട്ടി. അപ്പൊ അതിൽ ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞല്ലോ. ഇനി രണ്ടാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ പരപ്പളവാണ്. ഏരിയ അഥവാ പരപ്പളവ് കാണാനുള്ള സമവാക്യം നമുക്കറിയാം, വികരണങ്ങളുടെ ഗുണനഫലത്തിന്റെ പകുതി അല്ലെ. ഹാഫ് D1 D2. D1 എന്ന് പറയുന്ന ഒന്നാമത്തെ വികരണം, ഒന്നാമത്തെ ഡയഗണല്. D2 എന്ന് പറയുന്ന രണ്ടാമത്തെ വികരണം അഥവാ രണ്ടാമത്തെ ഡയഗണല്. അപ്പൊ ഹാഫ് ഇൻറ്റു ഒന്നാമത്തെ ഡയഗണൽ 16 തന്നിട്ടുണ്ട് വികരണം, രണ്ടാമത്തെ വികരണം 12 നമുക്കിപ്പൊ കിട്ടി. 16നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 8 വന്നു. 12 ഗുണം 8 96 സ്ക്വയർ സെന്റിമീറ്റർ അഥവാ ചതുരശ്ര സെന്റിമീറ്ററിന് നമുക്ക് പരപ്പളവ് കിട്ടി. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എതിർവശങ്ങൾ തമ്മിലുള്ള അകലം. അപ്പൊ ആദ്യം നമുക്ക് കാണേണ്ടത് ABയും CDയും തമ്മിലുള്ള അകലം നമുക്ക് നോക്കാം. അപ്പൊ ഞാനത് ഇവിടെ വരച്ച് കാണിക്കാം.
ഇപ്പം ഈ വരച്ച് ചുമന്ന കളറിൽ വര, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അകലം അഥവാ ദൂരം, അതിനകത്തൂടെ വേണമെങ്കിലും വരയ്ക്കാം, അല്ല ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പുറത്ത് വേണമെങ്കിലും വരച്ച് കാണിക്കാം. ഇപ്പോൾ നമുക്കൊരു സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണാനായിട്ട് വേറെ മെത്തേഡ് നമുക്കറിയാം അല്ലെ. പാദം ഗുണം ഉയരം അഥവാ ലംബം. അപ്പൊ നമ്മൾ ഈ CD എന്നുള്ള 10 സെന്റിമീറ്ററിനെ പാദമാക്കിയെടുത്ത് ഇത് ഉയരമാക്കി എടുത്തു കഴിഞ്ഞാൽ അവ തമ്മിൽ ഗുണിക്കുന്നതാണല്ലോ പരപ്പളവ്. പരപ്പളവ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടി 96ആണ്. അതായത് ഈ CD-യെ, അതായത് 10 സെന്റിമീറ്ററിന് ഈ ചുമന്ന കളറിലെ ഉയരം H എന്ന് എടുക്കുന്നു. അപ്പം H ഈക്വൽ ടു, അല്ല H1 ഒന്നാമത്തത്, ഈ രണ്ട് വശങ്ങൾ തമ്മിലുള്ളതിനാണ് ഈ H1 കൊടുത്തത്. അത് 96 തന്നെയല്ലേ. അപ്പൊ H1 എത്ര വന്നു? H1 ഈക്വൽ ടു 96നെ 10 കൊണ്ട് ഹരിച്ചാൽ പോരെ. ഇപ്പൊ 9.6 സെന്റിമീറ്റർ എന്ന് വന്നല്ലോ. ഇനി ഈ രണ്ട് എതിർവശങ്ങൾ തമ്മിലാണെങ്കിലും അതേ ദൂരം തന്നെ കിട്ടുകയല്ലേ. ഇത് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതേ ദൂരം തന്നെ കിട്ടും. കാരണം 10 സെന്റിമീറ്ററും മാറുന്നില്ല, 96 പരപ്പളവും മാറുന്നില്ല. അപ്പൊ H1ഉം H2ഉം എത്ര തന്നെ കിട്ടി? 9.6 സെന്റിമീറ്റർ തന്നെ കിട്ടി. അല്ലെങ്കിൽ എതിർവശങ്ങൾ തമ്മിലുള്ള അകലം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ് സൈഡ്സ്, the opposite sides equal to 9.6 സെന്റിമീറ്റർ. എതിർവശങ്ങൾ തമ്മിലുള്ള അകലം 9.6 സെന്റിമീറ്റർ എന്ന് കിട്ടിയല്ലോ. രണ്ട് ചോദ്യവും മനസ്സിലായല്ലോ. എഴുതി പഠിക്കുക. ഈ ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങളും എഴുതി പഠിക്കാനുള്ളതും വരച്ച് പഠിക്കാനുള്ളതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ്. എല്ലാവരും എഴുതി പഠിക്കുക.